ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാൾ ദിവസമാണ്. നിനക്ക് ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഈശോയുടെ നാമത്തിൽ പ്രത്യേകമായിട്ട് നേരുക. സഭയുടെ സ്തംഭങ്ങളായ ഈ രണ്ട് വിശുദ്ധരുടെ പ്രത്യേകമായിട്ടുള്ള മാധ്യസ്ഥം നിൻ്റെ ജീവിതത്തിലും പ്രവർത്തന മേഖലകളിലും നിറഞ്ഞു നിൽക്കട്ടെ. കേസറിയ ഫിലിപ്പിയിൽ വെച്ച് ഈശോ പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണ്? മറ്റുള്ളവർ എന്തു പറയുന്നു? നിങ്ങൾ എന്തു പറയുന്നു? പത്രോസ് വെളിപ്പെടുത്തുന്നുണ്ട്, ക്രിസ്തുവാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം ഈശോ പത്രോസിന് വലിയ അധികാരം കൊടുക്കുക. പത്രോസിനെ പാറയായിട്ട് പ്രഖ്യാപിച്ചിട്ട് വലിയ അധികാരം കൊടുക്കുന്ന സഭയെ നിലനിൽക്കുന്നത് ആ അധികാരമാണ്. അതിപ്രകാരമാണ് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 19-ാം തിരുവചനം. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. സ്വർഗത്തിൻ്റെ താക്കോൽ കൊടുക്കുക, കെട്ടാനും അഴിക്കാനുമുള്ള അധികാരം കേവലമായ മനുഷ്യനിൽ ഈശോ കൊടുത്തതാണ്. അത് തലമുറകളിലൂടെ കൈമാറി വന്ന് ഇപ്പോൾ ലയോ 14 മാർപ്പാപ്പയിലും പിന്നീട് കൈമാറി വന്ന് പൗരോഹിത്യത്തിലും അത് നിൽക്കുക. നിന്നെ സംരക്ഷിക്കുന്ന സഭ, പത്രോസ് പൗലോസ് സ്ലീഹന്മാരിൽ ഊന്നി വളർന്നു വന്ന സഭ. ഇന്ന് ആ സഭ വളരുക നിന്നിലൂടെയാണ്. അതിനുള്ള അധികാരമെല്ലാം സഭയിലുണ്ട്. സഭയിൽ ആശ്രയിച്ചുകൊണ്ട് നീ സഭയെ പ്രഖ്യാപിക്കുമ്പോൾ, സഭയെ ജീവിച്ച് കാണിക്കുമ്പോൾ സഭ വളരുക. നിന്നിലൂടെ സഭ വളരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ചെന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭ ഈ വ്യക്തിയിലൂടെ വളരട്ടെ. സഭ ഈ വ്യക്തിയിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തട്ടെ. ഈ ദിവസത്തിനു വേണ്ട കൃപയും അനുഗ്രഹവും സംരക്ഷണവും നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു ദൈവമില്ല, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവം.